നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ ഇൻകം എന്താണെന്നും എങ്ങനെയൊക്കെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പഠിച്ചല്ലേ. 3 മെത്തേഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? വാല്യൂ ആഡഡ് അഥവാ പ്രോഡക്റ്റ് മെത്തേഡ്, അതേപോലെ ഇൻകം മെത്തേഡ്, ദെൻ തേർഡ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പം വാട്ട് എവർ മേ ബി ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, the income obtained will be the same for all these. ഇതിനെ നമ്മൾ റീകൺസിലിയേഷൻ ഓഫ് ദ 3 മെത്തേഡ്സ് എന്ന് പറയും അല്ലേ. ഏത് രീതിയിൽ നമ്മൾ നാഷണൽ ഇൻകം കണ്ടാലും അതിൻ്റെയൊക്കെ ഫൈനൽ ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നാഷണൽ ഇൻകം ടേംസ് അഥവാ കൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകം കൺസെപ്റ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് GNP, GDP, NNP, NDP. അതേപോലെ പെർ ക്യാപിറ്റ ഇൻകം. ഈ 5 പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് GDP എന്താണെന്ന് നോക്കാം. ഇത്ര ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമുകളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യമേ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ചായിരുന്നു അല്ലേ. എന്താണ് നാഷണൽ ഇൻകം? ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇക്കോണമി ആണല്ലേ. പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. ഇൻ ദ ഇക്കോണമി അല്ലെങ്കിൽ ഇൻ ആൻ ഇക്കോണമി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൽ നിന്നും ചെറിയൊരു വ്യത്യാസത്തോടെയാണ് നമ്മൾ GDP എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാധിഷ്ഠിത മൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ഉൽപ്പന്നം, ആഭ്യന്തരം എന്നാണ് അർത്ഥം. അപ്പോൾ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. GDP ഈസ് ദ money value of all goods and services അല്ലെ കമോഡിറ്റി എന്ന് പറയാം. ഗുഡ്സ് ആൻഡ് സർവീസസ് produced in the domestic territory. ഓർക്കണം, ഡൊമസ്റ്റിക് territory of an economy during an accounting year അല്ലെ economic year. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നാഷണൽ ഇൻകത്തിൽ ഇൻ ദ ഇക്കോണമി എന്നാണ് പഠിച്ചത്, ഒരു സമ്പദ് വ്യവസ്ഥയിൽ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ടെറിട്ടറി എന്താണ്, ഒരു രാഷ്ട്രത്തിൻ്റെ ടെറിട്ടറി, ഭൂപ്രദേശം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് കര അതിർത്തി, അതായത് വ്യോമ അതിർത്തി, അതേപോലെ നാവിക അതിർത്തി, അതായത് കടല്, കര, അതേപോലെ ആകാശം. ഇങ്ങനെ 3 അതിർത്തികൾ നമുക്ക് ഓരോ രാഷ്ട്രത്തിനും ഉണ്ട്. അപ്പോൾ ഈ അതിർത്തികൾക്ക് ഉള്ളിൽ, അതാണ് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഈ അതിർത്തികൾക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, അത് വിദേശീയരായാലും സ്വദേശീയരായാലും എന്ത് വന്നാലും അതാണ്. അതായത് നമ്മുടെ ബോർഡറിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ഭൂപ്രദേശത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും
പണാധിഷ്ഠിത മൂല്യത്തെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മണി വാല്യൂ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ അല്ലെ ആഭ്യന്തര പരിധിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാധിഷ്ഠിത മൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ആൻ ഇക്കോണമി ഡ്യൂറിങ് ആൻ എക്കണോമിക് ഇയർ. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഗ്രോസ് വാല്യൂസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്ന വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? നെറ്റ് വാല്യൂസ്. അതാതിൻ്റെ നെറ്റ് വാല്യൂ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതേപോലെ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ ചാർജ് എന്താണെന്ന് അറിയാം അല്ലെ? എന്താണ് ചാർജ് ഫോർ വെയർ ആൻഡ് ടെയർ അല്ലെ? അലവൻസസ് കെപ്റ്റ് ഫോർ മീറ്റിംഗ് ദ വെയർ ആൻഡ് ടെയർ ഓഫ് എ മെഷീൻ അല്ലെ? ക്യാപിറ്റൽ ഗുഡ്, മൂലധന വസ്തുക്കളുടെ തേയ്മാനം മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന ചെലവിനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിപ്രീസിയേഷൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് NDP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് NDP എന്താണെന്ന് എഴുതാം. നെക്സ്റ്റ് രണ്ടാമത്തെ ഇതാണ് NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇതിൻ്റെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ NDP എന്ന് പറയുന്നത് എന്താണ്? GDP മൈനസ് GDP മൈനസ് ഡിപ്രീസിയേഷൻ. തേയ്മാനം, ഗ്രോസ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും ഡിപ്രീസിയേഷൻ തേയ്മാനം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് NDP. അപ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാണുന്നതെന്ന് മനസ്സിലായല്ലേ? ഇനി നമുക്ക് GNP എന്താണെന്ന് നോക്കാം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇതിനെ GNP എന്ന് പറയും. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം തന്നെയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്? മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇക്കോണമി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ GDPയോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ കുറേ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതുണ്ട്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ വ്യവസായങ്ങൾ നടത്തുന്നതുണ്ട്, പ്രൊഡക്ഷൻ നടത്തുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടത്തിയതിൻ്റെ ആ ഒരു എമൗണ്ട് ചിലവാക്കുന്നത് എവിടത്തേക്കാണ്? നമ്മുടെ രാജ്യത്തിലാണ് അല്ലേ? അപ്പോൾ അതേപോലെ കുറേ വിദേശികൾ നമ്മുടെ രാജ്യങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫോറിൻസും ഫോറിൻ ഇന്ത്യൻസും അല്ലേ? അപ്പോൾ അവരുടെ ഇൻകം എവിടേക്ക് പോകും? അവർ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻകം അവർ ചെലവഴിക്കുന്നത് കൂടുതലും എന്താണ്? അവരുടെ രാജ്യത്തിലേക്ക് ആണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ ഇൻകമിങ്സ് ആൻഡ് ഔട്ട് ഗോയിങ്സ്, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നതും നമ്മുടെ രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെയും ബാലൻസിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ് വിളിക്കുക. ഇതിനെ ചുരുക്കി എഴുതുകയാണെങ്കിൽ NFIA എന്ന് എഴുതും. NFIA, നെറ്റ് ഫാക്ടർ
ഇൻകം ഫ്രം എബ്രോഡ്. അതായത് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ചേർത്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം GNP is equal to GDP plus gross domestic product plus net factor income from abroad. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്താണെന്നുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലോ. ദ ഇൻകം കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ടു ദ ഹോം കൺട്രി ആൻഡ് എന്നൂടെ പറയാം, ദ ബാലൻസ് ഓഫ് ഇൻകം കമ്മിങ് ഫ്രം എബ്രോഡ് ടു ദ ഹോം കൺട്രി ആൻഡ് ദ ഇൻകം ഗോയിങ് ടു ദ ഫോറിൻ കൺട്രി. ഹോം കൺട്രിയിൽ നിന്നും ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്ന ഇൻകത്തിൻ്റെയും അതേപോലെ ഫോറിൻ കൺട്രിയിൽ നിന്നും ഹോം കൺട്രിയിലേക്ക് വരുന്ന ഇൻകത്തിൻ്റെയും ബാലൻസിനെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ GNP കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോട് എന്ത് ആഡ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടേം, ഇപ്പം GDP കഴിഞ്ഞു, NDP കഴിഞ്ഞു, GNP കഴിഞ്ഞു. അപ്പൊ GNP എന്ന് പറയുന്നത് ഗ്രോസ് ആണ് അല്ലെ? ഗ്രോസിൽ നിന്നും എപ്പോഴും എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് കുറച്ച് കഴിഞ്ഞാലുള്ള എമൗണ്ട് കാണാം അല്ലെ? അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റിനെ NNP എന്നാണ് വിളിക്കുന്നത്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റിനെ NNP എന്ന് വിളിക്കും. അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ ഗ്രോസ് വാല്യൂസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? നെറ്റ് വാല്യൂസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? NNP is equal to GNP മൈനസ് ഡിപ്രീസിയേഷൻ. അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ നെറ്റ് നാഷണൽ പ്രോഡക്റ്റിനെ നമുക്ക് അത് GNP ആയാലും ഏതിനെ ആയാലും, അതായത് GNPയോ NNPയോ GDPയോ NDPയോ ഇതിനേതിനെയും എന്നുവെച്ചാൽ നോക്കാൻ എഴുതാം. നമുക്ക് GNP, NNP, GDP, NDP ഇതൊക്കെ ഈ 4 ടേംസും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകിൽ മാർക്കറ്റ് വാല്യൂസിൽ കാണാം, മാർക്കറ്റ് പ്രൈസസ്, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടർ പ്രൈസിൽ കാണാം, ഫാക്ടർ പ്രൈസസിൽ കാണാം. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസസ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. പ്രൈസസ് അല്ലെങ്കിൽ എന്താ പറയാ, കറന്റ് പ്രൈസ് എന്ന് പറയും. കറന്റ് പ്രൈസസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിലവിൽ ഒരു സാധനത്തിന് വിൽക്കുന്ന വില എന്ന് വെച്ചാൽ റീറ്റെയിൽ പ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ റീറ്റെയിൽ പ്രൈസ് ആയിട്ട് കൊടുക്കുന്ന വിലയിൽ സാധനങ്ങളുടെ എല്ലാം ടോട്ടൽ കണ്ട് അതിനെ ആഡ് ചെയ്ത് നാഷണൽ ഇൻകം കാണുമ്പോൾ അതിനെ എന്ത് വിളിക്കുന്നത്? GNP ആണ് കാണുന്നതെങ്കിൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കും. ഇനി NNP ആണ് നമ്മൾ കാണുന്നതെങ്കിൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കും. GDP ആണ് നമ്മളിങ്ങനെ കാണുന്നതെങ്കിൽ അതിനെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് വിളിക്കുക. അതേസമയം NDP ആണ് കാണുന്നതെങ്കിൽ എന്താണ്? NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? അതേസമയം ഫാക്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സാധനത്തിന് മാർക്കറ്റിലുള്ള വില തന്നെ ആയിരിക്കില്ല അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത് അല്ലേ?
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റെമ്യൂണറേഷൻ കൊടുത്ത് വകയിൽ ആ പ്രൊഡക്റ്റിന്റെ വില എത്രയാണോ വരുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് അഥവാ ഫാക്ടർ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതിനാണ് ഫാക്ടർ കോസ്റ്റ് FC എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റുമാണ്. അപ്പോൾ ഫാക്ടർ പ്രൈസസിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ എന്താണ്? പിന്നെ നമുക്ക് എഴുതാം ഫാക്ടേഴ്സ് ഓഫ് പ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇനത്തിൽ ചെലവാകുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ, അതായത് ഏതൊക്കെയാണ് ഫാക്ടർ കോസ്റ്റ് ആയിട്ട് വരുന്നത്? ലാൻഡിന്റെ റെന്റ്, ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ്, ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, എന്റർപ്രണർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ്, പിന്നെ ഏതാണ്? പിന്നെ റോ മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവാകുന്ന പ്രൈസ്. അപ്പൊ ഇതിന്റെ എല്ലാം ആകെ തുകയായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ്. അപ്പൊ ഈ ഫാക്ടർ കോസ്റ്റ് ടേംസിലായിട്ട് അല്ലെ, ഫാക്ടർ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ GDP യും GNP ഒക്കെ കാണുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ്, GNP ആണ് കാണുന്നതെങ്കിൽ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും. ആണ് വിളിക്കുന്നത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് FC എന്നാണ് എഴുതുക. ഇനി NNP ആണ് കാണുന്നതെങ്കിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും. ഇനി GDP ആണ് നമ്മളിങ്ങനെ ഫാക്ടർ കോസ്റ്റിൽ കാണുന്നതെങ്കിൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ് വിളിക്കുക. ഇനി NDP ആണ് നമ്മൾ ഫാക്ടർ കോസ്റ്റിൽ കാണുന്നതെങ്കിൽ നമ്മൾ NDP അറ്റ് FC എന്ന് പറയും. ഇതിൽ തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള നാഷണൽ ഇൻകം കൺസെപ്റ്റ് ആണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതാണ് ഒറിജിനൽ നാഷണൽ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ദ റിയൽ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഒരു രാജ്യത്തിന്റെ ശരിയായ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 5 ടേംസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇതിലൊരു ചെറിയൊരു ടേം പറയാനുള്ളത് പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇത് നമ്മൾ +1 പഠിക്കുന്നതാണ്. അതായത് ഒരു PCI എന്ന് വിളിക്കാം നമുക്ക്. പെർ ക്യാപിറ്റ ഇൻകം PCI എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ദേശീയ വരുമാനത്തിന്, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ എന്താണ് പോപ്പുലേഷൻ കൊണ്ട്, ആ രാജ്യത്തിലെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് പെർ ക്യാപിറ്റ ഇൻകം. എന്ന് വെച്ചാൽ എന്താണ്? ഇൻകം പെർ ഹെഡ് ഓഫ് എ കൺട്രി, ഹെഡ് ഓഫ് നേഷൻ. ഒരു രാജ്യത്തിലെ ദേശീയ വരുമാനത്തിന് ഒരു ആൾക്ക് കിട്ടുന്ന ഓഹരിയെയാണ് എന്ത് വിളിക്കുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 ടേംസും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.